സാർ, പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. സാർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ആരോഗ്യ മേഖലയ്ക്കെതിരായി വാളെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം എന്നാണ് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ള കാര്യം. സാർ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ നിൽപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനം ഏറ്റവും പ്രൈമറി ലെവൽ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം വരെയുള്ള വിപുലമായ സന്നാഹം കേരളത്തിലെ പാവങ്ങളായ മനുഷ്യർക്ക് മെച്ചമായ ചികിത്സ കൊടുക്കാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാർ. സാർ, കേരളത്തിലെയും മറ്റ് സ്ഥലത്തെയുമുള്ള കോർപ്പറേറ്റുകളുടെ ആരോഗ്യ സംവിധാനം നോക്കിയാൽ ഈ കണക്ക് നോക്കിയാൽ കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാവും സാർ. സാർ, ഡൽഹിയിൽ 93 മഹാരാഷ്ട്രയിൽ 85 വിദേശ കോർപ്പറേറ്റ് ആശുപത്രിയുണ്ട്. സാർ, കേരളത്തിൽ 4 മാത്രമാണ് അത്തരം ആശുപത്രി ഉള്ളത്. അങ്ങനെ ഉണ്ടാവാത്തതിൻ്റെ കാരണം ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഏറ്റവും മികച്ച നിലയിൽ നമ്മെ കീഴ്പ്പെടുത്താൻ ഇവർക്കൊന്നും ആവാത്ത പരുവത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ പറഞ്ഞ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ പണിക്ക് ഇറങ്ങിയത് എന്ന കാര്യം പ്രതിപക്ഷം വ്യക്തമാക്കണം. സാർ, കേരളത്തിലെ ഇന്നത്തെ കോർപ്പറേറ്റ് വിദേശ കോർപ്പറേറ്റ് ഇല്ലെങ്കിലും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ഫീസിൻ്റെ ഒരു നിരക്ക് നമ്മൾ ഗൗരവമായി കണക്കിലെടുക്കണം. സാർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു രോഗി എലിപ്പനി ബാധിച്ച് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 22 ദിവസം ചികിത്സിച്ചു സാർ. ആൾ മരണപ്പെട്ടു പോയി. രാവിലെ 5:30 മണിക്ക് ബന്ധുക്കൾ വന്ന് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഒന്ന് വിളിച്ച് പറഞ്ഞ് ബോഡി വിട്ടിടാൻ സഹായിക്കണം. ഞാൻ ചോദിച്ചു, എത്രയാണ് ബില്ല്? 4 ലക്ഷം അടയ്ക്കാനുണ്ട്. എത്ര അടച്ചു? 15 ലക്ഷം. എലിപ്പനിക്ക് 19 ലക്ഷം വാങ്ങിയ സ്വകാര്യ ആശുപത്രി എറണാകുളത്തുണ്ട് സാർ. സാർ, ഇത് കേരളത്തിലെ ഈ സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ കേരളത്തിലെ DHSന്റെ ഭാഗമായിട്ടുള്ള DME കീഴിലുമുള്ള നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നൽകിയ ചികിത്സ ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 9 വർഷമായ കണക്കെടുക്കുമ്പോൾ 11,29 ലക്ഷം ആളുകൾക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള DHSന്റെ ഭാഗമായി സിസ്റ്റത്തിൻ്റെ ഭാഗമായി ചികിത്സ കൊടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 9 വർഷം കൊണ്ട് 53 ലക്ഷത്തിന് പരം പേർക്ക് ചികിത്സ നൽകിയിരിക്കുന്നു. സാർ, ആലപ്പുഴ, എൻ്റെ മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടുത്തെ സാങ്ഷൻഡ് ബെഡ് 1051 ഫങ്ഷൻ ചെയ്യുന്ന ബെഡ് 1500. ഒരു ദിവസം അവിടെ OPയിൽ വരുന്ന എണ്ണം 3000 പേരാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി 2000 പേരാണ് OPയിൽ വരുന്നത്. സാർ, ഇത് കേരളത്തിലാകെ കാണുന്ന ചിത്രമാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ ഈ സമൂഹത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരും അതിനേക്കാൾ അല്പം മേലെയുള്ള ഒരു വിഭാഗം കൂടി ഇന്ന് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷാപരമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കണക്ക് നിങ്ങൾക്ക് ദഹിക്കില്ല. കാരണം ഇന്ന് 1500 കോടിയോളം രൂപ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. നിങ്ങളുടെ കാലത്ത് എത്രയാ? 114 കോടിയാണ്. ഇവിടെ വലിയ കുടിശ്ശികയുടെ കണക്കൊക്കെ പ്രിയപ്പെട്ട ശംസുദ്ദീനും നജീബും ഒക്കെ പറയുന്നത് കേട്ടു. 114 കോടിയാണ്. നിങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായി കാലാവധി ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയ പൈസ 114 കോടിയാണ്. നിങ്ങൾ ആക്ഷേപിക്കുന്ന ശ്രീമതി വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ ചെലവാക്കുന്നത് 1498 കോടിയാണ് സൗജന്യ ചികിത്സയ്ക്കായി ചെലവാക്കുന്ന പൈസ. അന്ന് 30,000 രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നതെങ്കിൽ ഇന്ന് 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ചെലവഴിക്കപ്പെടുന്ന പൈസ. ഈ വ്യത്യാസം നിങ്ങൾ ഈ കണക്കെല്ലാം ഞങ്ങൾ പറയുമ്പോൾ തള്ളുകയാണെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാലം എങ്ങനെ ആരോഗ്യവകുപ്പ്? തള്ളു 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 തല്ലിപ്പൊടി വണ്ടി എന്ന് പഴയൊരു പാട്ടുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞ പോലെയല്ലേ? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തള്ളിയാലും നീങ്ങാത്ത പോലെ അഴിമതിയുടെ കേദാരമായിരുന്നില്ലേ നിങ്ങളുടെ കാലത്തെ ആ ഭരണത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? ശിവകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്തെ സ്ഥിതി എന്താണ് കേരളത്തിൽ? മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തീവട്ടിക്കൊള്ളയല്ലേ നടന്നത് കേരളത്തിൽ? അതിന്റെ ഭാഗമായി നിങ്ങൾ കേസിൽപ്പെട്ടില്ലേ? ഞങ്ങൾ ചോദിക്കുന്നു, ശ്രീമതി വീണ ജോർജ് ഏതെങ്കിലും ഒരു പരാതിയുടെ ഭാഗമായി കേരളത്തിൽ കോടതി വരാതെ നിരങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾ എത്ര പേർ നിരങ്ങി കോടതി വരാന്തയിലൂടെ? ഇവിടെ പ്രിയപ്പെട്ട PC വിഷ്ണു പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ, PP കിറ്റ് വാങ്ങിയപ്പോൾ അഴിമതി ഉണ്ടായിരിക്കുന്നു, പിന്നെന്താ കോവിഡിന്റെ മരണനിരക്ക് കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വനാഥ്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. DM ആക്ട് 2005 പ്രധാനപ്പെട്ട ഭാഗം C&G നിങ്ങൾ കോട്ടയോട് ഞാൻ പറയാണ്. C&G DM ആക്ട് നോക്കണ്ടേ? കോവിഡ് പോലെയുള്ള മഹാമാരി ഇങ്ങനെ പെയ്തിറങ്ങുന്ന കാലത്ത് എന്താണ് ഈ കേരളം ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താണ്? എങ്ങനെയാണ് കേരളം അതിജീവിച്ചത്? എങ്ങനെയാണ്? നിങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം കേട്ടിരുന്നെങ്കിൽ ഈ കേരളം തോറ്റ് ഇങ്ങനെ ജഡമൊഴുകുന്ന നാടായി കേരളം മാറുമായിരുന്നില്ലേ?
ഞങ്ങൾ ഉണ്ടാക്കിയ നിലപാട്, അതെ, ചെന്നിത്തല പറഞ്ഞത് അമേരിക്കയെ കണ്ടു പഠിക്കണം, മോഡി പറഞ്ഞത് പാട്ട കൊട്ടിയ കോവിഡ് പോകുന്നതാണ്. ഞങ്ങൾ സ്വീകരിച്ച മാർഗം മെഡിക്കൽ കപ്പാസിറ്റിയെ സ്റ്റേബിളാക്കി ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഈ കേരളം കോവിഡിനെ അതിജീവിച്ചത്. ഇത് യാഥാർത്ഥ്യമല്ലേ? അത് പ്രധാനപ്പെട്ട ഒന്ന്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി പ്രധാനമാണ്. DM ആക്ട് 2005 50ാമത്തെ സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്ക്. CNTG വായിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ കഴിയില്ല. ഒരു വൗച്ചർ പോലും സാധുവായ രേഖയായി പരിഗണിക്കണം എന്നുള്ളതാണ് ആ DM ആക്ടിന്റെ ഭാഗമായി പറയുന്ന കാര്യം. ഈ പറയപ്പെട്ട എമർജൻസി പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗം എന്തേ CNTGക്ക് ഇത്തിരി രാഷ്ട്രീയം തലയ്ക്കകത്ത് പിടിച്ചയാളാണ്. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കേരളം കോവിഡിനെ തോൽപ്പിച്ചത് മെഡിക്കൽ കപ്പാസിറ്റിയും മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി ഉയർത്തിക്കൊണ്ടാണ് ഈ കേരളം കോവിഡിനെ തോൽപ്പിച്ചത്. അത് യാഥാർത്ഥ്യമാണ്. മരണത്തിന് നിരക്ക് പ്രിയപ്പെട്ട വിഷ്ണു അത് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ കോവിഡ് മരണത്തെക്കുറിച്ചുള്ള സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പുറത്തു വന്നില്ലേ മെയ് മാസം? പ്രിയപ്പെട്ട PC വിശ്വനാഥ്, നിങ്ങൾ നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ ആകെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും കൃത്യമായി ഒരു മരണം ഉണ്ടായാൽ ആ മരണം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട നാടാണ് ഈ കേരളം. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഈ കേരളത്തിൽ ഓക്സിജൻ കിട്ടാതെ ആരും മരിച്ചില്ല, ജഡ ഒഴുകി നടന്നില്ല, കൂട്ടിയിട്ട് കത്തിച്ചില്ല. ഈ കേരളം മാന്യമായി മരണപ്പെട്ട മനുഷ്യരെ മാന്യമായി സംസ്കരിച്ച നാടായി കേരളം നിശ്ചയമായിട്ട് മാറി മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട പിന്നെ രാജീവ് സദാനന്ദനെ കൂട്ടുപിടിച്ചു. എങ്ങനെയാണ്? കേരളത്തിൽ മെഡിക്കൽ കോളേജ് പൂട്ടിച്ച മനുഷ്യനാണ്. IAS ഓഫീസറൊക്കെയാ, ശരിയാ. പക്ഷേ മെഡിക്കൽ കോളേജ് പൂട്ടിച്ചൊരു മനുഷ്യനെ എല്ലാവരും കൂട്ടുപിടിക്കുകയാണ് UDFന്റെ ഭാഗത്തുനിന്ന്. ഒരാൾ അല്പം തലയ്ക്ക് തിരിവുണ്ടായാൽ ആ തിരിവുള്ള കാര്യത്തിൽ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ കാണുന്ന വികസന പ്രവർത്തനത്തിന്റെ ആ മേന്മയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തള്ളിപ്പറയാൻ പറ്റുമോ? തള്ളിപ്പറയാൻ കഴിയുമോ? കേരളത്തിലെ മെഡിക്കൽ സീറ്റ് വർദ്ധിപ്പിച്ചത്, BSc നഴ്സിംഗ് സീറ്റ് വർദ്ധിപ്പിച്ചത്, 21 നഴ്സിംഗ് കോളേജ് പുതുതായി ആരംഭിച്ചത്, അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അവയവം മാറ്റിവെക്കാനുള്ള ഭീകരമായ സംഖ്യയെ തരണം ചെയ്യാൻ കഴിയാതെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പാവപ്പെട്ടവന്റെ മുന്നിൽ ഒരു നയാ പൈസ ചെലവാക്കാതെ കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളിൽ അത് മാറ്റിവെക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. 2022 കരൾ മാറ്റിവെക്കൽ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ ആരംഭിച്ചത്. 10 എണ്ണം മാറ്റിവെച്ചു. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ കിഡ്നി മാറ്റിവെക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 29 കിഡ്നി മാറ്റിവെക്കപ്പെട്ടു. കേരളമാകെ നോക്കിയാൽ കാണാം. ഇങ്ങനെ സമസ്ത മേഖലയിലും കേരളത്തിലെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് കേരളം വളർന്നത്. നിശ്ചയമായും അത് നിങ്ങൾക്ക് സഹിക്കാനാവാത്ത കൊണ്ട് കൂടിയാണ് ഈ പ്രമേയം നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രമേയം